ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കിളിമീൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കിളിമീൻ നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ്. ഇതിപ്പോൾ നല്ലതായിട്ട് വിളഞ്ഞ് ഫ്രഷ് ആയിട്ടുള്ളൊരു മീനും കൂടി, അതിന് നല്ലൊരു മസാലയും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി 4 കിളിമീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ചില സ്ഥലങ്ങളിൽ ഇതിന് ചെമ്പല്ലി കോര, പുതിയാപ്പിളക്കോര എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടുത്തെ പേരാണ് ഇത്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, പെരുംജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, കുരുമുളക് പൊടിച്ചത് 3/4 ടേബിൾ സ്പൂൺ, മൈദ 1/2 ടേബിൾ സ്പൂൺ, ഉപ്പുപൊടി 3/4 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, ഒരു ചെറിയ നാരങ്ങയുടെ നീരും കൂടെ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കുഴമ്പ് പരുവത്തിൽ കലക്കിയെടുക്കണം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കാം. ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. ഇനി മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്നതിന് വേണ്ടി ഇതുപോലൊന്ന് വരഞ്ഞെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഉൾഭാഗത്തുമൊക്കെ തേച്ച് കൊടുക്കുക. ഇതുപോലെ വിളഞ്ഞ കിളിമീൻ നല്ലപോലെ മസാലയൊക്കെ പുരട്ടി വറക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. ചെറിയ മീനും വറക്കാം, വിളഞ്ഞതിൻ്റെ അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. മസാല ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് പിടിക്കണം. ഇപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം തേച്ചിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അതിൻ്റെ മുകളിലൊക്കെ തേക്കും. അതുപോലെ തന്നെ ഈ ഉൾഭാഗത്ത് ഈ വയറിലും ഇതുപോലെ നന്നായിട്ട് തേക്കണം. ഇപ്പോൾ എല്ലാത്തിലും തേച്ചിട്ടുണ്ട്. മസാലയൊക്കെ കറക്റ്റായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇത് അടച്ച് വയ്ക്കാം. ഈ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ വറക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമുക്കിഷ്ടമുള്ള ഏത് ഓയിലും ഉപയോഗിക്കാം. ഇപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഈ 2 മീൻ ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ, ഒന്നിച്ചിടാൻ പറ്റത്തില്ല ഇതിൽ. മീനിട്ട ശേഷം 3-4 മിനിറ്റ് തീ കൂട്ടി തന്നെ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ച് മീഡിയം ഫ്ലെയിം ആക്കി വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. നല്ല ആവി വന്ന് മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്, ചെറിയ ബർണറിൽ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനിയും ചെറിയ തീയിൽ തന്നെ നല്ലതായിട്ട് മൊരിച്ചെടുക്കാം. ഇങ്ങനെ തിരിച്ചിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടെ ചേർക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടും. ചെറിയ ഉള്ളി തന്നെ ചേർക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതില്ലെങ്കിൽ മാത്രം സവാള കുറച്ച് ചേർക്കാം. ഇത് ആദ്യമേ ചേർക്കുകയാണെങ്കിൽ ഉള്ളി അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് തിരിച്ചിട്ട ശേഷം മാത്രമേ ചേർക്കാവൂ. ആദ്യത്തെ പ്രാവശ്യം മാത്രമേ ഇത് അടച്ച് വയ്ക്കത്തുള്ളൂ. വലിയ മീനായതുകൊണ്ടൊന്ന് പെട്ടെന്ന് വേകുന്നതിന് വേണ്ടി. തിരിച്ചിട്ട ശേഷം പിന്നെ നമ്മൾ അടച്ച് വയ്ക്കുകയില്ല. പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും. ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ മറ്റേ മീനും വറുത്തെടുക്കാം. നമ്മുടെ മീനിൻ്റെ വെയിറ്റ് 1 കിലോയും 300 ഗ്രാമും ഉണ്ടായിരുന്നത്. കഴുകി വൃത്തിയാക്കിയ ശേഷം 1 കിലോ കുറയാതെ കാണും. ഈ മീൻ ഒരുപാട് വേസ്റ്റ് ഒന്നും പോകാനില്ലാത്തത് കൊണ്ട് 1 കിലോ മീനുള്ള മസാലയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ മസാലയൊക്കെ തേച്ചതിന് ശേഷം ബാക്കി ഇതിലൊക്കെ കുറച്ചുണ്ട്. ആ മസാലയും കൂടെ നമ്മൾ ഈ മീനിലേക്ക് ഇതുപോലെ തേച്ച് കൊടുക്കണം. ഇതുപോലെ ഫുള്ളായിട്ട് അങ്ങ് വറക്കണമെന്നില്ല കേട്ടോ. നമ്മുടെ സൗകര്യം അനുസരിച്ച് 2-3 കഷ്ണങ്ങളായിട്ട് മുറിച്ച് വറുത്തെടുക്കാം. അതുപോലെ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഉപ്പേരിയൊക്കെ വറക്കുന്ന പോലെ തന്നെ കേട്ടോ. ഒത്തിരി മൂപ്പിക്കരുതെന്നേ ഉള്ളൂ. തിരിച്ചിട്ട് 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ മുരിഞ്ഞ് കിട്ടും. നമ്മൾ ആദ്യമേ ഇത് അടച്ച് വെച്ച് വേവിക്കുന്നത് കൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട മുരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി. ഉള്ളിയും കറിവേപ്പില ഇട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. മീൻ നന്നായിട്ട് മുരിഞ്ഞിട്ടും ഉണ്ടാവും, അതുപോലെ ഉള്ളി വേകുകയും ചെയ്യും. ഈ ഉള്ളിയും കറിവേപ്പിലയും ആ മസാലയും കൂടെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് മൂക്കുമ്പോൾ ഉള്ള നല്ലൊരു മണം ഉണ്ടല്ലോ, അത് നന്നായിട്ട് വരുന്നുണ്ട്. നല്ല ഒരു സ്മെല്ലാണ് ഇതിന്. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ നിറയെ പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.